Hello friends, welcome back to our video. ഇനി ഞാൻ എത്തിയിരിക്കുന്നത് നല്ലൊരു കിങ് ഫിഷ് ഫ്രൈയുടെ റെസിപ്പിയായിട്ടാണ് കേട്ടോ. അപ്പോൾ അതിനു വേണ്ടി ഫസ്റ്റ് നമുക്ക് ഒരു നല്ല മസാല റെഡിയാക്കി എടുക്കാം. ഈ ഒരു പ്ലേറ്റിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി. അപ്പം എരിവ് നല്ലപോലെ വേണമെന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ കാശ്മീരിയും പിന്നെ 1 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയും കൂടെ ചേർത്താൽ മതി. പിന്നെ 1/2 ടീസ്പൂൺ ക്രഷ് ചെയ്ത കുരുമുളക്, 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ്. ഇപ്പം ലെമൺ ജ്യൂസ് നിങ്ങളുടെ കയ്യിൽ ഇല്ല എങ്കിൽ 1/2 ടേബിൾ സ്പൂൺ വിനിഗർ എടുത്താലും മതി. ഇനി ഒരു 1/2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിലും പാകത്തിനുപ്പും പിന്നെ 1 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ വെള്ളം മാത്രമേ എടുത്തിട്ടുള്ളൂ, കാരണം നമ്മൾ ഇതിലേക്ക് ഓയിലും പിന്നെ ലെമൺ ജ്യൂസും ഒക്കെ ചേർത്തിട്ടുണ്ടല്ലോ. അപ്പം നല്ലപോലെ പേസ്റ്റായി തന്നെ കിട്ടും. ഇപ്പോൾ ഫിഷ് ഫ്രൈക്ക് വേണ്ടിയുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ മസാല നമുക്ക് മീനിൽ നല്ലപോലെ ഒന്ന് തേച്ച് പിടിപ്പിക്കാം. പിന്നെ നമുക്ക് ഏത് മീൻ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ഞാനിവിടെ കിങ് ഫിഷ് ആണ് എടുത്തിരിക്കുന്നത്. അതിന് പകരം കരിമീനോ നത്തോലിയോ കിളിമീനോ ഏത് തരത്തിലുള്ള മീൻ വേണമെങ്കിലും ഈ ഒരു മസാല ഉപയോഗിച്ച് നമുക്ക് ഫ്രൈ ചെയ്ത് എടുക്കാവുന്നതാണ്. ഇനി ഈ മാറിനേറ്റ് ചെയ്ത മീന് ഏകദേശം ഒരു 30 മിനിറ്റെങ്കിലും കവർ ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കണം. എന്നാൽ മാത്രമേ മീനിൽ ആ മസാലയൊക്കെ നല്ലപോലെ ഒന്ന് പിടിച്ചു കിട്ടത്തുള്ളൂ. നമുക്കിനി മീന് പൊരിച്ചെടുക്കാം. അതിനുവേണ്ടി ഈ ഒരു പാനിലേക്ക് ഒരു 2.5 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. എണ്ണ നല്ലപോലെ ഒന്ന് ചൂടായി വരുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം നമ്മൾ മാറിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ എണ്ണയിലേക്ക് വെച്ചു കൊടുക്കാം. എന്നിട്ട് ഈ മീനിൻ്റെ ഒരു സൈഡ് നല്ലപോലെ ഒന്ന് വേകുന്നതിന് ഏകദേശം ഒരു 3 മിനിറ്റ് എങ്കിലും വേണം കേട്ടോ. നല്ലപോലെ ഒന്ന് വെന്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് മറിച്ചിട്ട് കൊടുക്കണം. അതുപോലെ തീ ഒത്തിരി കൂട്ടി വെക്കല്, എപ്പോഴും ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മളിത് കുക്ക് ചെയ്തെടുക്കാൻ. ഇപ്പോൾ ഒരു 3 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഈ ഓരോ മീനും ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇനി നമ്മുടെ ഈ ഫിഷ് ഫ്രൈക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി ഒരു പിടി ചതച്ച വെളുത്തുള്ളിയും 2 പച്ചമുളക് ചതച്ചതും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഈ മീനിൻ്റെ മുകളിലും പിന്നെ എണ്ണയിലേക്കൊക്കെ ആയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ മറു സൈഡും നല്ലപോലെ ഒന്ന് കുക്ക് ചെയ്യുന്നതിന് 3 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ഇപ്പം നമ്മുടെ കിങ് ഫിഷ് ഫ്രൈ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് കുറച്ചും കൂടെ നല്ലപോലെ മുരിഞ്ഞ് കിട്ടണമെന്നുണ്ടെങ്കിൽ 2 സൈഡും തിരിച്ചു മറിച്ചു വിട്ട് ഒരു 2-3 മിനിറ്റ് ലോ ഫ്ലെയിമിൽ മുരിച്ചെടുത്താൽ മതിയായിരിക്കും. അപ്പം നമ്മുടെ കിങ് ഫിഷ് ഫ്രൈ ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഈ ഒരു രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ.